ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധിയെ കാണുവാനില്ല എന്നതിനെ ചൊല്ലി സുധീഷും ഹരീഷും ഓരോന്ന് പറഞ്ഞ് അടിവരെ എത്തി. ഹരീഷ് സുധീഷിനെ തല്ലി. തല്ലുകൊണ്ട സുധീഷ് തിരിച്ചു തല്ലാനോങ്ങി. തല്ലുകൊണ്ടത് നമ്മുടെ സുഭാഷിനാണ്. ആളുമാറി തല്ലുകൊണ്ടതാണോ എന്നറിയില്ല. എന്നാലും ഒരു നിമിഷ നേരത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി. ആരും തന്നെ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം രാവിലെ സുഭാഷ് പതിവ് പോലെ അടുക്കളയിൽ ചായയുണ്ടാക്കുമ്പോൾ നികേഷും കൂടെയുണ്ടായിരുന്നു. അന്നേരം സുഭാഷ് പറയുന്നത്, എടാ, വീടെന്ന് പറഞ്ഞാൽ വഴക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊരു വീട് എവിടെയും ഉണ്ടാവില്ല സുഭാഷേട്ടാ എന്ന് നികേഷ് പറയുന്നു. സുധീഷ് ആണെങ്കിൽ പുറത്തിരുന്ന് ആരെയും നോക്കാനാവാതെ ചെയ്തതും പറഞ്ഞതുമായ തെറ്റുകൾ ഓർത്ത് തന്നെത്താൻ മുഖത്തടിച്ച് ശിക്ഷിച്ചു കരയുന്നു. നിധി പതുക്കെ അടുക്കളയിൽ വന്ന് സോറി സുഭാഷേട്ടാ എന്ന് പറയുമ്പോൾ, എന്തിന്? ഞാൻ കാരണമല്ലേ നിങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് നിധി ഒറ്റയ്ക്ക് വീടിൻ്റെ സ്റ്റെപ്പിലിരിക്കുമ്പോൾ ഭാസ്കരൻ ഒരു പൊതി നീട്ടി, മോളെ ഇതാ എന്ന് പറയുന്നു. നിനക്ക് വേണ്ടി വാങ്ങിയതാ എന്ന് പറഞ്ഞത് കൊണ്ട് നിധി ആ പൊതി പതുക്കെ വാങ്ങി തുറന്നു നോക്കിയപ്പോൾ അതിൽ 5-6 നാരങ്ങ മിഠായികളായിരുന്നു. നിധിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് തെങ്ങ് കയറാൻ വന്നയാളോട് തട്ടിക്കയറുന്നുണ്ട് നമ്മുടെ ഭാസ്കരൻ. ഞാൻ പാട്ടുപാടിയതിന് നീ കൊണ്ടുപോയി കേസ് കൊടുക്കടാ എന്ന് പറയുന്നു. സുഭാഷ് സ്നേഹത്തോടെ ഭാസ്കരനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് നികേഷ് വീണ്ടും തുടർന്നു, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാൻ ഏതെങ്കിലും പെണ്ണ് തയ്യാറാവുമോ ഏട്ടാ? സാധാരണ പോലെ ഒരു ജീവിതം നമ്മളും അർഹിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് നികേഷിൻ്റെ മുമ്പിൽ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന സുഭാഷിനെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണം. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.